നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. ഇന്ന് PSC നടത്തിയ CPO പരീക്ഷയുടെ ആൻസർ കീ ഡിസ്കഷനാണ്. ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ റഷ്യൻ വിപ്ലവത്തിൽ ഉൾപ്പെടാതിരുന്ന പ്രസ്ഥാനങ്ങൾ ഏവ? റഷ്യൻ വിപ്ലവത്തിൽ ഉൾപ്പെടാതിരുന്ന പ്രസ്ഥാനങ്ങൾ കുമിങ്താങ് പാർട്ടിയും ഫലാങ് പാർട്ടിയുമാണ്. ബോൾഷെവിക്കും മെൻഷെവിക്കുമാണ് റഷ്യൻ വിപ്ലവത്തിൽ ഉൾപ്പെട്ടിരുന്നത്. അപ്പോൾ 1ഉം 3ഉം ആണ് ഉത്തരം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ സൗരയൂഥത്തിൽ ആദ്യത്തെ 2 ഗ്രഹങ്ങളിൽ ഉൾപ്പെടുന്നവ ഏവ? ആദ്യത്തെ 2 ഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ബുധനും ശുക്രനുമാണ്. ബുധനും ശുക്രനും 1ഉം 4ഉമാണ് ഉത്തരം. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ സൈനിക സഹായ വ്യവസ്ഥയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏവ? ശരിയായ പ്രസ്താവനകൾ: സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജാവ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു സ്ഥിരം സൈന്യത്തെ നിലനിർത്തണം. സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജ്യം ഒരു ബ്രിട്ടീഷ് റെസിഡന്റിനെ തലസ്ഥാനത്ത് നിലനിർത്തണം എന്നിവയാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ 2ാം ലോക മഹായുദ്ധത്തിൽ സഖ്യത്തിൽ ഉൾപ്പെടാത്തവ ഏതൊക്കെയാണ്? സഖ്യത്തിൽ ഉൾപ്പെടാത്തത് ജപ്പാനും ജർമ്മനിയുമാണ്. ജപ്പാനും ജർമ്മനിയും. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന വിവരണങ്ങളിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ ആരംഭിച്ച ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടാത്തവ ഏവ? ഉൾപ്പെടാത്തത് ഡൽഹി സർവകലാശാലയും ശാന്തി നികേതനുമാണ്. ബംഗാൾ ദേശീയ സർവകലാശാല, ജാമിയ മിലിയ ഡൽഹി, ഇത് രണ്ടും ഉൾപ്പെട്ടിട്ടുണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന വിവരണങ്ങളിൽ തമിഴ് സംഘകാലഘട്ടത്തിലെ രാജവംശങ്ങളിൽ ഉൾപ്പെടാത്തവ ഏവ? തമിഴ് സംഘകാലഘട്ടത്തിലെ രാജവംശങ്ങളിൽ ഉൾപ്പെടാത്തവ മൂഷക രാജവംശവും ആയി രാജവംശവുമാണ്. മൂഷക രാജവംശവും ആയി രാജവംശവും. ചാലിയാർ നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ചാലിയാർ നദി ഉത്ഭവിക്കുന്നത് ഇളമ്പലേരി കുന്നുകളിൽ നിന്ന്. ഇളമ്പലേരി മല എന്ന് കൊടുത്തിട്ടുണ്ട്. ചന്ദ്രനിൽ ശിവശക്തി പോയിന്റ് ഏത് 2 ഗർത്തത്തിനിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ശിവശക്തി പോയിന്റ് മാൻസിനസ് സി, സിംപെലിയസ് എൻ എന്നീ ഗർത്തത്തിന് ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അഗ്നിപർവ്വതങ്ങളിലൂടെ ബഹിർഗമിക്കുന്ന ശിലാദ്രവത്തിന്റെ പ്രഭവ മണ്ഡലം ഏതാണ്? അസ്തനോസ്ഫിയർ ആണ്. താഴെ നൽകിയിട്ടുള്ളതിൽ മിസോസ്ഫിയറിന്റെ സവിശേഷതകൾ. ഇതിൽ തന്നിരിക്കുന്നതൊന്നും മിസോസ്ഫിയറിന്റെ സവിശേഷതകളല്ല. നിങ്ങൾ പ്രസ്താവനകൾ വായിക്കുമ്പോൾ മനസ്സിലാവും, ഒന്നും തന്നെ മിസോസ്ഫിയറിന്റെ സവിശേഷതകളല്ല. അതുകൊണ്ട് ഈ ചോദ്യം ഡിലീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അടുത്ത ചോദ്യം, കാരക്കോറം, സസ്കർ, പീർപഞ്ചൽ എന്നീ പർവ്വതനിരകൾ ഉൾപ്പെടുന്ന ഹിമാലയം ഏതാണ്? കാശ്മീർ ഹിമാലയമാണ്. കാശ്മീർ ഹിമാലയം. അറബിക്ക, റോബസ്റ്റ, ലിബറിക്ക എന്നീ 3 ഇനം ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കാപ്പിയാണ്. കാപ്പി. സാമ്പത്തിക വളർച്ച അളക്കുന്ന പ്രധാന അളവുകോൽ ഏത്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. 2024-25 യൂണിയൻ ബജറ്റ് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരാണ്? നിർമ്മല സീതാരാമനാണ്. പ്ലാനിംഗ് കമ്മീഷന്റെ പുതിയ പേര് എന്ത്? പ്ലാനിംഗ് കമ്മീഷന്റെ പുതിയ പേര് നീതി ആയോഗ്. നീതി ആയോഗ്. അപ്പോൾ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ LDC, LGS, സെക്രട്ടേറിയറ്റ്, OA മുതലായ പോസ്റ്റുകൾക്കുള്ള ക്ലാസ്സുകൾ നടന്നു വരികയാണ്. LDC പരീക്ഷ തുടങ്ങാറായി. അപ്പോൾ അവസാനവട്ട റിവിഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫുൾ സിലബസ് കവർ ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. SCERT കറണ്ട് അഫയേഴ്സ് അടക്കം ഏത് കറണ്ട് അഫയേഴ്സ് വരെയാണോ പഠിക്കേണ്ടത് ആ കറണ്ട് അഫയേഴ്സ് അടക്കമാണ് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. കൂടാതെ LGSന്റെ ക്ലാസ് പോകുന്നു, സെക്രട്ടേറിയറ്റ്, OAയുടെ ക്ലാസ് പോകുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാവുന്നതാണ്. അഡ്മിഷൻ ഓപ്പൺ ആണ്. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വളരെ വ്യക്തമായി ഡീപ്പായിട്ടുള്ള ക്ലാസ്സുകളാണ്. PSC ഏത് ഏരിയ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്ലാസ്സുകളാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ഉൾപ്പെടെയാണ് കോഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഹരിത വിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥൻ. ഗ്രാമവികസനത്തിന് ഗ്രാമീണ വായ്പ നൽകുന്ന പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനം ഏത്? നബാർഡാണ്. നബാർഡ്. സാധനങ്ങളുടെ വില തുടർച്ചയായി വർദ്ധിക്കുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേരെന്ത്? പണപ്പെരുപ്പം. പണപ്പെരുപ്പം. നാരി ശക്തി വന്ദൻ അധിനിയം ബില്ല് ലോക്സഭ പാസാക്കിയത് എന്ന്? ലോക്സഭ പാസാക്കിയത് 2023 സെപ്റ്റംബർ മാസം 20-നാണ്. കേരളത്തിലെ നാടൻ കളികളുടെ പ്രചരണത്തിന് കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താ? കളിത്തട്ട്. കളിത്തട്ട് എന്നതാണ്. കറുത്ത പട്ടേരി എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? VT ഭട്ടതിരിപ്പാട്. VT ഭട്ടതിരിപ്പാട്.
എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതി ഏതാ? സ്നേഹസാന്ത്വനം. അടുത്ത ചോദ്യം, ചേരുംപടി ചേർക്കുക. ഇവിടെയും ഉത്തരമില്ല. വരേണ്ടത് സമത്വ സമാജം വൈകുണ്ഠസ്വാമികൾ, ആത്മവിദ്യാ സംഘം വാഗ്ഭടാനന്ദൻ, അരയ സമാജം പണ്ഡിറ്റ് KP കറുപ്പൻ, പ്രത്യക്ഷ രക്ഷാ ദേവസഭ കുമാരഗുരുദേവൻ. ഇവിടെ വരേണ്ടത് A2 മാച്ച് ചെയ്യുന്നു, B1 മാച്ച് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഓപ്ഷൻ ഡിയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. പക്ഷേ സി നോക്കിക്കേ, സി ഇവിടെ 4 മാച്ച് ചെയ്യേണ്ടത്. ഇവിടെ 3 എന്നാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഓപ്ഷൻ ഇല്ല. അടുത്തത്, താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കുക. ഇവിടെ ഉത്തരം ബിയും സിയുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന 5 വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് 42ാം ഭേദഗതിയിലൂടെയാണ്. മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശം നീക്കം ചെയ്തത് 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. അടുത്തത്, താഴെ തന്നിരിക്കുന്ന പ്രസ്താവന സാധൂകരിക്കുക. ഇവിടെ തന്നിരിക്കുന്നതിൽ A, B, D എന്നിവ തെറ്റാണ്. സി ആണ് ശരി. ഇന്ത്യയിൽ ഇപ്പോൾ 543 ലോക്സഭാ നിയോജക മണ്ഡലങ്ങൾ ഉണ്ട്. താഴെ പറയുന്ന പേരുകളിൽ സ്വതന്ത്ര ലേബർ പാർട്ടി രൂപീകരിച്ചത് ആരാണെന്ന് കണ്ടെത്തുക. സ്വതന്ത്ര ലേബർ പാർട്ടി ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് പഞ്ചായത്തി രാജ് സംവിധാനങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? നിർദ്ദേശക തത്വങ്ങളിലാണ്. നിർദ്ദേശക തത്വങ്ങൾ. ചേരുംപടി ചേർക്കുക. ഇവിടെ അടിയന്തരാവസ്ഥ, ഭരണഘടനാ ഭേദഗതി, ഉപരാഷ്ട്രപതിയുടെ ചുമതലകൾ, അവശിഷ്ട അധികാരങ്ങൾ, അവ കടമെടുത്ത രാജ്യങ്ങളുമാണ് തന്നിരിക്കുന്നത്. ഇവ ചേരുംപടി ചേർക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശം റദ്ദ് ചെയ്യുന്നതിനെ പറ്റിയുള്ളതാണ് ജർമ്മനി. ഭരണഘടനാ ഭേദഗതി സൗത്ത് ആഫ്രിക്ക, ഉപരാഷ്ട്രപതിയുടെ ചുമതലകൾ അമേരിക്ക, അവശിഷ്ട അധികാരം കാനഡ. ഡി ആണ് ഉത്തരം. ഡി. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കമ്മീഷൻ ഏതാണെന്ന് കണ്ടെത്തുക. സർക്കാരിയ കമ്മീഷനാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാർ എന്നോർത്താൽ തന്നെ സർക്കാരിയ കമ്മീഷൻ എന്ന് കിട്ടും. ബുദ്ധിസ്ഥിരതയുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഈ ആശയം സാങ്കല്പികമാണെന്ന് തോന്നാം. എന്നാൽ ഈ ആദർശത്തിന് മാത്രമേ ആത്മാവിന്റെ വിശപ്പടക്കാൻ കഴിയൂ. ഇത് ആരുടെ വാക്കുകളാണ്? സുഭാഷ് ചന്ദ്രബോസ്. താഴെ കൊടുത്തിരിക്കുന്ന ഗ്രന്ഥങ്ങളുടെ രചയിതാവ് ആരാണെന്ന് കണ്ടെത്തുക. ഫ്രീഡം ഫ്രം ഫിയർ, ലോങ് വാക്ക് ടു ഫ്രീഡം, 2 കൺസെപ്റ്റ്സ് ഓഫ് ലിബർട്ടി, ഓൺ ലിബർട്ടി എന്നീ ഗ്രന്ഥങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ രചയിതാക്കളുമായി ചേരുംപടി ചേർക്കുക. ഭയത്തിൽ നിന്നുള്ള മോചനം, ആങ് സാങ് സ്യൂക്കി. സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര, ലോങ് വാക്ക് ടു ഫ്രീഡം, നെൽസൺ മണ്ടേലയുടെ ആത്മകഥയാണ്. സ്വാതന്ത്ര്യത്തിന്റെ 2 മാനങ്ങൾ, ഇസയ ബെർലിൻ. സ്വാതന്ത്ര്യത്തിലേക്ക്, JS മിൽ. എ ആണ് ഉത്തരം. എ. 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഇന്ത്യക്കാരനാണ് ഡോക്ടർ എസ് ഫെയ്സി. ജീവകം B12, ജീവകം B9 എന്നിവയുടെ അഭാവം മൂലം മനുഷ്യ ശരീരത്തിൽ എണ്ണത്തിൽ കുറവും എന്നാൽ വളരെ വലിപ്പം കൂടിയതുമായ ചുവന്ന രക്താണുക്കൾ രൂപപ്പെടുന്ന വിളർച്ചയുടെ ഒരു അവസ്ഥ ഉണ്ടാകുന്നു. ഈ രോഗാവസ്ഥയുടെ നാമം എന്ത്? ഇതിന്റെ പേരാണ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. മലേറിയ രോഗകാരിയായ പ്ലാസ്മോഡിയം മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച ശേഷം ആദ്യം ഏത് കോശങ്ങളിൽ എത്തി പ്രത്യുൽപാദനം നടത്തുകയും പിന്നീട് ചുവന്ന രക്താണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു? കരളാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹരിതഭവന പ്രഭാവത്തിന് കാരണമായ വാതകങ്ങളുടെ ശരിയായ ഓപ്ഷൻ ഏത്? ഉത്തരം ബി ആണ്. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, CFC, N2O. IMA നടപ്പിലാക്കിയ ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന പദ്ധതിയുടെ ലക്ഷ്യം എന്ത്? ഡോക്ടർമാർക്കും മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ആത്മഹത്യാ പ്രതിരോധം നൽകുക എന്നുള്ളത്. 1000 ജൂൾ പ്രവൃത്തി 2 സെക്കൻഡിൽ ചെയ്താൽ അവിടെ ഉപയോഗിക്കപ്പെട്ട പവർ എത്രയാണ്? 500 വാട്ട്. ജിയുടെ വില ധ്രുവങ്ങളിലേക്കാൾ ഭൂമധ്യരേഖയിൽ കുറവാണ്. ഇതിന്റെ കാരണം എന്ത്? ഭൂമിയുടെ ആകൃതിയാണ്. ISRO ഈയിടെ വിക്ഷേപിച്ച ഇൻസാറ്റ് 3DS ഏത് തരത്തിലുള്ള ഉപഗ്രഹമാണ്? കാലാവസ്ഥാ ഉപഗ്രഹമാണ്. കാലാവസ്ഥ. പ്രകാശവർഷം എന്നത് എന്തിന്റെ യൂണിറ്റാ? പ്രകാശവർഷം ദൂരത്തിന്റെ യൂണിറ്റാണ്. ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി പ്രവർത്തനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ലോഹം ഏത്? ലിഥിയമാണ്. അറ്റോമിക നമ്പർ 31 മൂലകം ആവർത്തന പട്ടികയിൽ ഏത് പീരീഡിലും ഗ്രൂപ്പിലുമാണ് ഉൾപ്പെടുന്നത്? പീരീഡ് 4, ഗ്രൂപ്പ് 13. കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തിന്റെ ക്രിട്ടിക്കൽ താപനില 30.98 ഡിഗ്രി സെൽഷ്യസ് ആണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ശരിയായ പ്രസ്താവന കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തെ മർദ്ദം കൂട്ടിക്കൊടുത്ത് ദ്രാവകമാക്കി മാറ്റാൻ സാധിക്കുന്ന ഏറ്റവും ഉയർന്ന ഊഷ്മാവ് 30.98 ഡിഗ്രി സെൽഷ്യസ് ആണ്.
Kmg, Al, Si എന്നീ മൂലകങ്ങളുടെ ലോഹ സ്വഭാവത്തിന്റെ ശരിയായ ക്രമം എന്ത്? K ഗ്രേറ്റർ ദാൻ Mg ഗ്രേറ്റർ ദാൻ Al ഗ്രേറ്റർ ദാൻ Si. CN ശ്രീകണ്ഠൻ നായരുടെ രാമായണ നാടകങ്ങൾ ഏതെല്ലാം? ഇവിടെ തന്നിരിക്കുന്നതിൽ CN ശ്രീകണ്ഠൻ നായരുടെ രാമായണ നാടകങ്ങൾ ഏതൊക്കെയാണ്? സാകേതവും ലങ്കാലക്ഷ്മിയുമാണ്. സാകേതം, ലങ്കാലക്ഷ്മി. കണ്ണിയാർകളി എന്ന കലാരൂപത്തിന് യോജിക്കുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? കണ്ണിയാർകളി പാലക്കാട് ജില്ലയിൽ മാത്രം പ്രചാരത്തിലുള്ളതാണ്. മലമക്കളി, ദേശക്കളി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. ഇന്ത്യൻ ഭാഷകളിലെ മികച്ച സാഹിത്യ സൃഷ്ടിക്ക് നൽകി വരുന്ന സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചവർ ആരെല്ലാമാണ്? സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചവർ ശരൺകുമാർ ലിംബാളെ, പ്രഭാവർമ്മ എന്നിവർ. കൂടുതൽ വേഗത്തിൽ, ഉയരത്തിൽ, കരുത്തോടെ, ഒന്നിച്ച് എന്ന മുദ്രാവാക്യം ഏത് കായികമേളയുടേതാ? ഒളിമ്പിക്സിൻ്റെതാണ്. 2024 ഓസ്കാർ അവാർഡ് നേടിയ മികച്ച ചിത്രം ഏതാണ്? 2024 ഓസ്കാർ അവാർഡ് നേടിയത് ഓപ്പൺഹൈമർ എന്ന ചിത്രമാണ്. അവനിവൻ എന്നറിയുന്നതൊക്കെ ഓർത്തയാൽ അവനിയിൽ ആദിമമായൊരു ആത്മരൂപം അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണം. ശ്രീനാരായണ ഗുരുവിന്റെ ഈ വരികൾ ഏത് കൃതിയിലേതാണ്? ആത്മോപദേശ ശതകം. റാണി ഒരിടത്ത് നിന്ന് തെക്കോട്ട് 20 മീറ്റർ സഞ്ചരിച്ച ശേഷം വടക്കോട്ട് 30 മീറ്റർ സഞ്ചരിക്കുന്നു. പിന്നീട് കിഴക്ക് ദിശയിലേക്ക് തിരിഞ്ഞ് 10 മീറ്റർ സഞ്ചരിക്കുന്നു. വീണ്ടും വടക്കോട്ട് തിരിഞ്ഞ് 30 മീറ്റർ സഞ്ചരിച്ചിട്ട് കിഴക്കോട്ട് 20 മീറ്റർ സഞ്ചരിക്കുന്നു. എന്നാൽ യാത്ര തിരിച്ചെടുത്ത് നിന്ന് എത്ര അകലത്തിലാണ് റാണി ഇപ്പോൾ നിൽക്കുന്നത്? 50 മീറ്റർ ആണ്. ഒരു ക്ലോക്കിൽ 10:10 AM സമയം കാണിക്കുമ്പോൾ ആ ക്ലോക്കിലെ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോൺ എത്രയാണ്? 115 ഡിഗ്രി. √10 ഇൻറ്റു √2⁵ the whole square ഇൻറ്റു √5⁵ the whole square. ഇതിൻ്റെ വാല്യൂ എത്രയാ? 100 ആണ്. 4 പുരുഷന്മാരും 8 സ്ത്രീകളും ചേർന്ന് 10 ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കുന്നു. അതേ ജോലി പൂർത്തിയാക്കാൻ 3 പുരുഷന്മാർക്കും 7 സ്ത്രീകൾക്കും കൂടി 12 ദിവസം വേണ്ടിവരും. എങ്കിൽ 8 പുരുഷന്മാർ എത്ര ദിവസം കൊണ്ട് ആ ജോലി പൂർത്തിയാക്കും? ഉത്തരം 15 ദിവസമാണ്. ഒരു സമാന്തര ശ്രേണിയിലെ 7ാം പദം 0, 27ാം പദം 60 എങ്കിൽ 17ാം പദം എത്ര? 17ാം പദം 30 ആണ്. 9ന്റെ 26% പ്ലസ് 15ന്റെ 42% ഈക്വൽ ടു 27ന്റെ x% എങ്കിൽ എക്സിന്റെ വില കാണുക. 32. 1³ പ്ലസ് 2³ പ്ലസ് 3³ പ്ലസ് എക്സെട്ര പ്ലസ് 20³ ഇതിന്റെ വാല്യൂ എന്താ? 42400. ഒരു ചതുരക്കട്ടയുടെ നീളവും വീതിയും ഉയരവും യഥാക്രമം 3:5:8 എന്ന അംശബന്ധത്തിലാണ്. അതിന്റെ ഉപരിതല വിസ്തീർണം 1422 cm² ആയാൽ ചതുരക്കട്ടയുടെ ഉയരം എത്രയായിരിക്കും? ഉത്തരം ഓപ്ഷൻ ബി ആണ് 24. ഒരാൾ 18,000 രൂപ സാധാരണ പലിശ നിരക്കിൽ ബാങ്കിൽ നിക്ഷേപിക്കുന്നു. 5 വർഷത്തിന് ശേഷം 6,300 രൂപ പലിശ കിട്ടിയാൽ പലിശ നിരക്ക് എത്രയായിരിക്കും? 7%. ഒരു യാത്രയിൽ കാർ ആദ്യത്തെ 3 മണിക്കൂർ സമയം 40 km/മണിക്കൂർ വേഗതയിലും ശേഷിക്കുന്ന 5 മണിക്കൂർ സമയം 48 km/മണിക്കൂർ വേഗതയിലും സഞ്ചരിച്ചാൽ കാറിന്റെ ശരാശരി വേഗത എത്ര? 45 km/മണിക്കൂർ ആണ്. മൈ ബർത്ത്ഡേ ഈസ് ഡാഷ് October 28th. ഓൺ ആണ്. ദ മീനിങ് ഓഫ് ദ വേർഡ് ഗ്യാരുലസ്. ഗ്യാരുലസിന്റെ മീനിങ് എന്താ? ടോക്കേറ്റീവ്. Neither of us dash sweets. Neither of us likes sweets ആണ്. Likes. Colt is the younger one of horse ആണ്. Horse. They did not come dash the meeting was half over. Until ആണ്. Until. അടുത്ത ചോദ്യം he is still dash in touch with most of his old schoolmates. Keeps ആണ്. Keeps. അടുത്ത ചോദ്യം we dash of coffee so we adjusted with tea. ഉത്തരം റൺ ഔട്ട് ആണ്. റൺ ഔട്ട്. ഡാഷ് യു മൈൻഡ് വെയിറ്റിംഗ് ഹിയർ ടിൽ ഐ റിട്ടേൺ. വുഡ് ആണ്. വുഡ് യു മൈൻഡ്. അടുത്തത് ഹീസ് ഡാഷ് യൂറോപ്യൻ ടൂറിസ്റ്റ്. എ യൂറോപ്യൻ ടൂറിസ്റ്റ് ആണ്. യെസ്റ്റർഡേ ഷാരോൺ ഡാഷ് ദ സ്റ്റേഷൻ ടു മീറ്റ് അനു. ഷാരോൺ വെന്റ് ആണ്. വെന്റ്. പിരിച്ചെഴുതുക. അവൻ പിരിച്ചെഴുതിയാൽ ആ അധികം അൻ. ശരിയായ പദം എഴുതുക. ആഖ്യാനമാണ് ശരിയായ പദം. കാലദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണം എന്ന സൂചന നൽകുന്ന പഴഞ്ചൊല്ല് ഏത്? നാടോടുമ്പോൾ നടുവേ ഓടണം. എവരി പോട്ടർ പ്രൈസസ് ഹിസ് ഓൺ പോട്ട്. ശരിയായ പരിഭാഷ എന്താണ്? കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. വിപരീത പദം എഴുതുക. വിയോഗം വിപരീത പദം സംയോഗം. ചുവടെ തന്നിരിക്കുന്നവയിൽ വിഹഗം എന്ന അർത്ഥം വരുന്ന പദം ഏത്? വിഹഗം
പക്ഷിയാണ്. ചേർത്തെഴുതുക. ദു അധികം ജനം. ചേർത്തെഴുതുമ്പോൾ ദുർജനം. ശരിയായ ജോഡി ഏത്? ശരിയായ ജോഡി മഞ്ഞ്, നീഹാരം, തുഷാരം എന്നിവയാണ്. എതിർലിംഗം എഴുതുക. ഭൃത്യ. ഭൃത്യയുടെ എതിർലിംഗം ഭൃത്യൻ. ദിഗ്വിജയം എന്ന പദത്തിനോട് യോജിക്കുന്നത് എഴുതുക. ദിഗ്വിജയം പോരാളി, പോരാളി. അടുത്ത സ്പെഷ്യൽ ടോപ്പിക് ആണ്. 2012 ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം അനുസരിച്ച് താഴെ പറയുന്നവയിൽ ഗൗരവതരമായ ലൈംഗിക ആക്രമണം അല്ലാത്തത് ഏത്? അല്ലാത്തത് 16 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിക്ക് നേരെയുള്ള കടന്നുകയറ്റത്തിലൂടെയുള്ള ലൈംഗിക ആക്രമണമാണ്. 2000 വിവരസാങ്കേതിക നിയമപ്രകാരം ഡേറ്റ പരിരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ താഴെ പറയുന്നവരിൽ ആരാണ് നഷ്ടപരിഹാരം നൽകാൻ ബാധ്യസ്ഥരായിട്ടുള്ളത്? സെൻസിറ്റീവ് സ്വഭാവമുള്ള വ്യക്തിഗത ഡേറ്റയോ വിവരങ്ങളോ കൈവശം വയ്ക്കുന്നതോ കൈകാര്യം ചെയ്യുന്നതോ ആയ ഏതൊരു കമ്പനിയും. 2000 വിവരസാങ്കേതിക നിയമപ്രകാരം അശ്ലീലമായ വിഷയം ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നതോ കൈമാറ്റം ചെയ്യുന്നതോ ആയ കുറ്റം താഴെ പറയുന്നവയിൽ ഏത്? വിഷയം വായിക്കുന്നവരുടെയും കാണുന്നവരുടെയും കേൾക്കുന്നവരുടെയും കാമാത്മമായ താല്പര്യത്തെ ഉണർത്തുന്ന വിഷയം. 2005 വിവരാവകാശ നിയമപ്രകാരം താഴ്പറയുന്നവയിൽ ഏതെല്ലാം വിവരങ്ങളാണ് വെളിപ്പെടുത്തലിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടില്ലാത്തത് മന്ത്രിസഭാ ചർച്ചകളുടെ രേഖകളാണ്. വിവരാവകാശ നിയമം അനുസരിച്ച് മൂന്നാം കക്ഷിയാൽ നൽകപ്പെട്ടിട്ടുള്ളതും മൂന്നാം കക്ഷി രഹസ്യമായി കരുതുന്നതുമായി ബന്ധപ്പെട്ട് വിഷയത്തെ സംബന്ധിച്ച് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച അപേക്ഷയിന്മേൽ എത്ര ദിവസത്തിനകം മൂന്നാം കക്ഷിക്ക് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നോട്ടീസ് നൽകേണ്ടതാണ്? 5 ആണ്. ഏത് സാഹചര്യത്തിലാണ് നിർദ്ദിഷ്ട പ്രായത്തിന് താഴെയുള്ള വ്യക്തികൾക്ക് അവരുടെ പ്രവൃത്തികൾക്ക് ക്രിമിനൽ ഉത്തരവാദിത്തം ഇല്ലാത്തത്? ശൈശവം. താഴെ പറയുന്നവയിൽ മാരകമായ മുറിവിന്റെ ഉദാഹരണമല്ലാത്തത് ഏത്? മാരകമായ മുറിവിന്റെ ഉദാഹരണമല്ലാത്തത് 15 ദിവസം കഠിനമായ ശാരീരിക വേദന അനുഭവിക്കേണ്ടി വരുന്ന മുറിവ്. താഴെ പറയുന്ന വകുപ്പുകളിൽ 2013 ക്രിമിനൽ ഭേദഗതി നിയമപ്രകാരം പുതിയതായി കൊണ്ടുവന്ന കുറ്റകൃത്യങ്ങൾ ഏതൊക്കെയാണ്? പുതിയതായിട്ട് കൊണ്ടുവന്നത് IPC സെക്ഷൻ 370A ആണ്. അടുത്തത്, ഇസഡ് പണമുള്ള തന്റെ പേഴ്സ് താഴെ ഇടുന്നത് എ കാണുന്നു. എ പേഴ്സ് എടുക്കുന്നത് ഇസഡിന് പുനഃസ്ഥാപിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ്. എന്നാൽ പിന്നീട് അത് സ്വന്തം ഉപയോഗത്തിന് വിനിയോഗിക്കുന്നു. താഴെ പറയുന്ന എന്ത് കുറ്റകൃത്യമാണ് എ ചെയ്തിട്ടുള്ളത്? സ്വത്തിന്റെ സത്യസന്ധമല്ലാത്ത ദുരുപയോഗമാണ്. നോൺ കൊഗ്നിസിബിൾ ആയിട്ടുള്ള ഒരു കുറ്റകൃത്യത്തിന് താഴെ പറയുന്നതിൽ ഏതാണ് ബാധകം? മജിസ്ട്രേറ്റിന്റെ ഉത്തരവില്ലാതെ കുറ്റം അന്വേഷിക്കുകയോ വാറണ്ടില്ലാതെ പ്രതിയെ അറസ്റ്റ് ചെയ്യാനോ പാടുള്ളതല്ല. 1973 ക്രിമിനൽ നടപടിക്രമം സെക്ഷൻ 164 പ്രകാരം ഒരു കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്താവുന്നത് എപ്പോഴാണ്? അന്വേഷണത്തിനിടയിലോ അതിനുശേഷമോ, എന്നാൽ ഇൻക്വയറിയിലോ വിചാരണയോ ആരംഭിക്കുന്നതിന് മുൻപ്. ഇവിടെ കുറച്ച് പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. മേൽപ്പറഞ്ഞ നിർദ്ദേശവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1ഉം 3ഉം ശരിയാണ്, 2 തെറ്റ്. 1ഉം 3ഉം ശരി. അടുത്തത്, 1872 ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ സെക്ഷൻ 27 പ്രയോഗത്തിന് താഴെ പറയുന്ന വ്യവസ്ഥകളിൽ ഏതാണ് അത്യന്താപേക്ഷിതം? 1ഉം 4ഉം ആണ്. വിവരം നൽകുന്ന വ്യക്തി പോലീസ് കസ്റ്റഡിയിലായിരിക്കണം. വിവരം നൽകുന്ന വ്യക്തിയുടെ മേൽ ഏതെങ്കിലും കുറ്റം ചുമത്തിയിരിക്കണം. കോടതി വ്യവഹാരങ്ങളിൽ വിദഗ്ധ സാക്ഷ്യം സ്വീകരിക്കുന്നതിന്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? സാങ്കേതിക കാര്യങ്ങളിൽ പക്ഷപാതരഹിതവും വൈദഗ്ധ്യവുമായ അഭിപ്രായങ്ങൾ ജഡ്ജിക്ക് നൽകുന്നതിന്. 2011 കേരള പോലീസ് ആക്ട് സെക്ഷൻ 29 പ്രതിപാദിക്കുന്ന വിഷയം എന്ത്? പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റമാണ്. താഴെ പറയുന്നതിൽ പോലീസ് സ്റ്റേഷനിൽ പൊതുജനങ്ങളുടെ അവകാശങ്ങളിൽ പെടാത്തത് ഏത്? പൊതുജനങ്ങളിൽപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥരായ വ്യക്തികൾക്ക് പോലീസ് സ്റ്റേഷനിൽ മുൻഗണന നൽകുക എന്നുള്ളതാണ്. 2011 കേരള പോലീസ് ആക്ടിൽ കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതിയിൽ അംഗങ്ങളാകുന്നതിൽ നിന്നും വിലക്കിയിട്ടുള്ള വിഭാഗം ഏതാണ്? അഴിമതി, സന്മാർഗിക അധപ്പതനം, പെരുമാറ്റ ദൂഷ്യം എന്നീ കാരണങ്ങളാൽ ഉദ്യോഗത്തിൽ നിന്നും നീക്കം ചെയ്തവരെ. 1985 നാർക്കോട്ടിക് ഡ്രഗ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ് മുൻ ശിക്ഷയ്ക്ക് ശേഷമുള്ള കുറ്റകൃത്യങ്ങൾക്ക് വധശിക്ഷ നൽകുന്നത്? സെക്ഷൻ 31A. 1985 നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് പ്രകാരം ശിക്ഷാർഹമായ എല്ലാ കുറ്റങ്ങളും കൊഗ്നിസിബിളും ജാമ്യം ലഭിക്കാത്തതുമാണ്. 2012
ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം അനുസരിച്ച് ഒരു കുട്ടിയുടെ മേൽ ലൈംഗിക ആക്രമണം നടത്തിയാൽ താഴെ പറയുന്നവയിൽ ഏത് ശിക്ഷയാണ് നിർദ്ദേശിക്കുന്നത്? പിഴയോടുകൂടി 5 വർഷം വരെ തടവ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ പരീക്ഷയ്ക്ക് ചോദിച്ച 100 ചോദ്യങ്ങൾ. അപ്പൊ ഇന്ന് പരീക്ഷയുള്ളവർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് താഴെ കമന്റ് ചെയ്യാം. ഇനി WCPO പരീക്ഷ എഴുതുന്നവരെ ഈ ചോദ്യപേപ്പർ എന്തായാലും പഠിച്ചിട്ടേ പോകാവൂ, റിലേറ്റഡ് ഫാക്ട്സ് അടക്കം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഹർഷദം എഡ്യൂടെക് ആപ്പിൽ LDC, LGS സെക്രട്ടേറിയറ്റ്, OA മുതലായ ക്ലാസ്സുകൾ നടന്നു വരികയാണ്. അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഫീസിൽ ഇളവും ഉണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആൻസർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.